ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കൾ താങ്കളുടെ പ്രസ്താവന തുടങ്ങിയത്. BJP ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വ്യക്തമാണ്. താങ്കൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ വസ്തുതാപരമായ ഒരു മറുപടിയാണ് ചോദിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒരു വ്യക്തി, ഉത്തരവാദിത്തമുള്ള ഒരു ഇന്ത്യൻ പൗരൻ നമുക്ക് എന്താണ് ആരാണ് എന്ന് ഒരു പിടിയുമില്ലാത്തപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഡൊമിനിക് മാർട്ടിൻ ചെയ്തതാണ് എന്ന് നേരത്തെ തന്നെ ഈ കേന്ദ്രമന്ത്രിക്ക് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം എന്തായാലും ആ സമയത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഇടില്ലല്ലോ. ആരാണെങ്കിലും പോസ്റ്റ് ഇടില്ല. ആർക്കും അറിയുന്നതിന് മുൻപ് ആ വ്യക്തി തന്നെ ഇത് ഏറ്റുപറഞ്ഞ് കോടതിയിൽ, ക്ഷമിക്കണം, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിനൊക്കെ മുൻപ് ഒരു കേന്ദ്രമന്ത്രി ചെയ്തു വെച്ച കാര്യങ്ങളാണിത്. കേന്ദ്രമന്ത്രി എഴുതിയിരിക്കുകയാണ്, അതാ ഹമാസിന്റെ നേതാവ് വന്നുപോയി 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ പ്രത്യാഘാതം കേരളത്തിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നു എന്ന്. രണ്ട് സമൂഹത്തിനിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനല്ലാതെ മറ്റെന്ത് ഉത്തരവാദിത്തമായിരുന്നു ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആ പോസ്റ്റിന് പിന്നിൽ ഉണ്ടായത്? കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ഏതെങ്കിലും നിരപരാധികളായ മനുഷ്യർക്ക് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണോ കേന്ദ്രമന്ത്രി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? ഇത് സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമത്തിനുള്ള നിയമ നടപടി നേരിടാൻ പറ്റില്ല എന്ന് BJP പറയുന്നത് എന്താ അടിസ്ഥാനത്തിൽ? ഷാനി ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനുള്ള ചോദിക്കുന്ന ചോദ്യത്തിന് ദയവായി നമ്മൾ തമ്മിലുള്ള പരസ്പര ധാരണ ഏതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ചോദ്യം ഉത്തരം തരേണ്ടത് ഇതാണ്. എന്തിനാണ് ഇങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു സമൂഹ മാധ്യമ പരാമർശം നമ്മുടെ രാജ്യത്തെ ഭാരതത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി നടത്തിയത് എന്തിനാണ്? അതിനുള്ള മറുപടി നേരിട്ട് തരൂ, ഞാൻ കാത്തിരിക്കാം, ഞാൻ ഇടപെടുകയില്ല. എന്തിനാണ് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി ഇട്ട പോസ്റ്റിൽ ഒരു തെറ്റുമില്ല. കാരണം മലപ്പുറത്തേക്ക് ഹമാസിന്റെ ഭീകരനെ വിളിച്ചു കൊണ്ടുവന്ന് ഓൺലൈനായി ആ ഭീകരൻ പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ ജൂതനെയും ഹിന്ദുവിനെയും ഇല്ലാതാക്കുന്ന, അവരെ ഡിമോളിഷ് ചെയ്യണം എന്നല്ലേ ആ പ്രസംഗം ഉണ്ടായത്? അതിനുള്ള സാഹചര്യം എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിന് മണ്ണിൽ ഒരുക്കി കൊടുത്തത്? അപ്പൊ എന്താ അതിനർത്ഥം? അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ നടക്കുന്ന ഭീകരവാദികളുടെ കടന്നുകയറ്റത്തെ, ഇവിടുത്തെ യുവാക്കളെ കൂടുതൽ ഭീകരവാദത്തിലേക്ക് അടുപ്പിക്കുന്നതിനെതിരായി കേന്ദ്രത്തിന്റെ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളീയനായിട്ടുള്ള ഒരു മന്ത്രിക്ക് പോസ്റ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് തീരുമാനിക്കുന്നത് വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം ഒരു സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരാൾക്കും അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല, ഒരു ഇന്ത്യൻ പൗരനുമില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രനില്ല, എനിക്കുമില്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖരനില്ല. നിലനിൽക്കുന്ന നിയമപ്രകാരം വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം അത് ഉറപ്പിക്കുന്നതിന് മുൻപ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പോസ്റ്റ് ചെയ്യാനോ പരാമർശിക്കാനോ രാജ്യത്ത് ഒരു മനുഷ്യനും അവകാശമില്ല. രാജീവ് ചന്ദ്രശേഖരായാലും ശോഭാ സുരേന്ദ്രനായാലും ഞാനായാലും ഒരു മനുഷ്യനും അവകാശമില്ല. സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വസ്തുതയല്ലാത്ത, നിങ്ങൾക്ക് എങ്ങനെയാണ് ഹമാസിനെ ഈ സംഭവമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായിട്ട് എങ്ങനെയാണ് പറയും? നിങ്ങൾക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ കളമശ്ശേരിയിലെ സ്ഫോടനവും ഈ ഹമാസിന്റെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാൻ നേരിട്ടാണ് ചോദിക്കുന്നത്, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ്. എത്ര തവണ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണത്. കാരണം ഉത്തരവാദിത്തമില്ലാത്ത ഒരു നടപടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഹമാസിന്റെ ഭീകരൻ വന്ന് പ്രസംഗിച്ചത്, ഹമാസിന്റെ ഭീകരൻ വന്ന് സംസാരിച്ചതും കളമശ്ശേരിയിലെ സ്ഫോടനവും തമ്മിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ബന്ധം എന്താണ്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ കേസ് പറയൂ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ജനങ്ങൾക്കിടയിൽ വെറുതെ സംശയങ്ങളും സ്പർദ്ധയും ഉണ്ടാക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദയവായി പറയൂ. ഇല്ല, പക്ഷെ വസ്തുതയായിരിക്കണം. എനിക്കത് നിർബന്ധമുണ്ട്, താങ്കൾക്ക് നിർബന്ധം ഉണ്ടാകണം. നമുക്ക് സമൂഹത്തോട് ബഹുമാനം ഉണ്ടാകണം. പറയൂ ദയവായി, എന്താണ് ഹമാസും കളമശ്ശേരി സ്ഫോടനവും തമ്മിൽ എന്ത് ബന്ധമുണ്ട് എന്നാണ് ഈ സെക്കൻഡ് വരെ കണ്ടെത്തിയത്? ദയവായി പറയൂ. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു.
ബന്ധമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എഴുതിയില്ലല്ലോ. എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ മലയാളത്തിലല്ലേ വായിച്ചു കേൾപ്പിച്ചത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. പിന്നെ ചൂടാണ്ട് ഇല്ല അതോ ഭീകരവാദത്തെ ഞാൻ മലയാളത്തിലാണ് വായിച്ചു കേൾപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ച് തോന്നലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ആരും തൂക്കിക്കൊല്ലാൻ തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന രാജ്യസ്നേഹത്തിന് വിരുദ്ധമാണത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. രാജ്യം ഇതുവരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ ഇതുപോലുള്ള വലിയ സ്ഫോടനാത്മകമായ സമൂഹത്തിന് ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് അത് പറ്റില്ല. നിങ്ങളുടെ തോന്നലുകൾ ഇതുപോലുള്ള സമയത്ത് എഴുതിയിടാൻ പറ്റില്ല. രാജ്യത്തിനെതിരായി ഭാരതം എന്ന് പറയുന്ന നിങ്ങൾ വെറുതെ സമയം കളയണ്ട. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നിൽ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. രണ്ടാമത്തെ ചോദ്യം പറയുന്ന രാജ്യം നമ്മുടെ നാടിനെ കുറിച്ചാണല്ലോ. യുദ്ധഭൂമിയിൽ നമ്മുടെ നാടിനെ കുറിച്ചാണല്ലോ ഇന്ന് രണ്ടാമത്തെ കേസ് എടുത്തത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകുന്നു. പറയാൻ അനുവദിക്കുന്നില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ രണ്ടാമത്തെ സംഭവമോ ഒന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. അടുത്തത് കൂടി പറയൂ. അനിൽ കെ ആന്റണിയുടെ കേസിന് അടിസ്ഥാനമായ സാഹചര്യം കൂടി പറയൂ. ഒരു കാര്യം പറയാം. ഞാൻ കേരളത്തെ പ്രേക്ഷകരോടാണ് പറയുന്നത്. ഷാനി ചാനൽ ചർച്ചയിൽ എന്നോട് മാത്രം ചോദ്യം ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അരി വാരിയിട്ട് അതിനകത്ത് തേങ്ങയിടുന്ന പോലുള്ള പരിപാടി വേണ്ട. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ചോദ്യം ചോദിച്ചാൽ എന്നെ കൊണ്ട് ഉത്തരം പറയുക. ആ ഉത്തരത്തിന് നിങ്ങൾക്ക് വിയോജനം ഉണ്ടാകും. അത് വിയോജിക്കാനുള്ള അവകാശം മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ഷാനിക്കുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ത് ഉത്തരം പറയണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഷാനി ചർച്ച അയക്കരുത്. ഞാൻ പറഞ്ഞു ഹമാസ് എന്ന് പറയുന്ന 1000-ലധികം വരുന്ന ആളുകളുടെ കഴുത്തറുത്ത ഭീകരനെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിക്കുകയും അത് തെറ്റാണ് എന്ന് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഗൗരവമുള്ള വിഷയം സംസാരിക്കുമ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് അറിയാതെ ചേർന്ന് പോകരുത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. കേരളത്തിൽ വന്നിട്ടല്ല സംസാരിച്ചത്, ഓൺലൈനാണ്. അതിൽ എന്ത് നടപടി എടുക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉത്തരവാദിത്തമുള്ള നടപടിയുണ്ട്. ഒരു കാര്യം പറയൂ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ ഭീകരവാദം ഉണ്ടോ ഇല്ലയോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനമുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനും നിയമ നടപടി എടുക്കാനും വസ്തുതാപരമായി ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഭീകരവാദം. നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയാണ് നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായി കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ ശിരോവസ്ത്രം ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നടത്തിയത് ശ്രീമതി ശോഭാ സുരേന്ദ്രന് അത് ഭീകരവാദമാണ്. എന്തുകൊണ്ടാണ് അത് ഭീകരവാദമായി ചർച്ച നയിക്കുമ്പോൾ ഷാനിക്ക് മനസ്സിലാകും. അല്ല, അത് ഭീകരവാദമാണോ? ഈ ചോദിച്ച ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത്. ഷാനി ചോദിച്ച എല്ലാ ചോദ്യത്തിനും അത് അനിൽ ആന്റണിയെ ഫോണിൽ വിളിച്ചാൽ മതി. അത് അനിൽ ആന്റണിയെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഷാനി പറഞ്ഞാൽ മതി. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ബിജെപിയുടെ ദേശീയ സെക്രട്ടറിക്ക് അങ്ങനെ കൃത്യമല്ലാത്ത ഒരു വിവരം കിട്ടുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കാനും ആ തെറ്റ് തിരുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കോളാം. കുറിച്ചല്ലോ ഇവിടുത്തെ ചർച്ച. ചന്ദ്രശേഖരന്റെ വിഷയവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കൂ, ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പോലും നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ അനിൽ കെ ആന്റണി ഉണ്ട് എന്ന്, തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഇത് രണ്ടും എങ്ങനെയാണ് വേറെ ആകുന്നത്? കേരളത്തെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞു ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം. രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത്, അദ്ദേഹം പോസ്റ്റ് ചെയ്തതെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞു. അതിലെന്താണ് തെറ്റെന്ന് ഇപ്പോൾ അനിൽ കെ ആന്റണിക്ക് നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന് സമൂഹത്തിൽ ഗുരുതരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ.
ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു വീഡിയോ ആണത്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സംശയമാണ്, നിങ്ങൾക്ക് സംശയമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അനിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അത് തിരുത്താൻ അനിൽ ആന്റണി തയ്യാറാകണം. എങ്ങനെ തിരുത്തണം? എന്തിനാണ് തെറ്റ് പറ്റുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? ചന്ദ്രശേഖരനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിനാണ് ആൻസർ പറഞ്ഞത്. ആ തെറ്റ് എന്തിനാണ് പറ്റുന്നത്? കേരളത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാൻ അതൊന്ന് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. ആ വിഷയത്തെ കുറിച്ച് വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതായത് ബിജെപിയുടെ പ്രതിനിധിക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ശ്രീ അനിൽ കെ ആന്റണി ചെയ്തത്, അല്ലെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.